കോവിഡ്. ആ ബാബുവിൻ്റെ അവിടെ സുമേഷിനും സുമിക്കും കോവിഡ് ഉണ്ട്. അപ്പച്ചിയുടെ വീട്ടിൽ അപ്പച്ചിയുടെ ബ്രദറിൻ്റെ ഇടയ്ക്ക് സുഖമില്ലായിരുന്നു. അപ്പം ആ കൊച്ചിപ്പം ഹോസ്പിറ്റലാണ്. അപ്പോൾ കൂടെ നോക്കാൻ നിന്ന ഒരു മക്കൾ രണ്ടുപേർക്കും ഇന്നും ഇന്നലെ. എല്ലാവർക്കും നമസ്കാരം. കെ ഫാമിലി അഹങ്കാരത്തിനും ജാടയ്ക്കും ഉങ്കിനും ഒരു കുറവും ഇല്ലാത്ത ഒരു ഫാമിലിയാണെന്നാണ് പൊതുവെ നാട്ടുകാർ കരക്കമ്പിയിൽ പറയുന്നത്. അത് തെളിയിക്കുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ളത്. തൻവിയുടെ ആ ഒരു വ്ളോഗുമായി റിലേറ്റ് ചെയ്തിട്ട് ആദ്യം തൻവി ഒരു വീഡിയോ ഇട്ടതും സിന്ധു കൃഷ്ണയ്ക്കായിരുന്നു നാട്ടുകാരുടെ മൊത്തം തെരുവിളി. എന്നാൽ അതിനുശേഷം അഹാന വന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഇട്ടപ്പം ഈ ആൾക്കാരെല്ലാം കൂടി തിരിഞ്ഞ് തൻവിയായി തെരുവിളി. അതിനുശേഷം തൻവി വീണ്ടും വീഡിയോ ഇട്ട് വീണ്ടും മുക്കി. അതിനുശേഷം ഇപ്പോൾ ഒരു വീഡിയോ ഇട്ട് ആ വീഡിയോ കണ്ടതോടെ നാട്ടുകാർക്ക് കാര്യം പിടികിട്ടി ശരി തെറ്റുമൊക്കെ എന്താണെന്ന്. എന്തൊക്കെ ന്യായീകരിച്ചാലും ഇനിയിപ്പോൾ അഹാന ചിലപ്പോൾ വരും, അല്ലെങ്കിൽ സിന്ധു കൃഷ്ണ വരും, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ അടുത്ത് വീണ്ടും വന്നിട്ട് ന്യായീകരിക്കും. അതങ്ങനെയല്ല, അമ്മച്ചി അങ്ങനെ വിളിക്കാനുണ്ടായാലും കാരണം ഉണ്ടായി. എന്ത് തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചെയ്തിട്ടുള്ള ശുദ്ധ പോക്കൃത്തനം തന്നെയാണ്. വയസ്സായ ഒരു അമ്മുമ്മേ ഇമാതിരി തെറി വിളിച്ചിട്ടുള്ള അഹാനെ ഒരു കാരണവശാലും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ അമ്മുമ്മയിരുന്ന് കരഞ്ഞ് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം തോന്നും. ഇനിയിപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ന്യായീകരണങ്ങൾ ന്യായീകരിച്ചാലും കുറച്ച് പണവും കുറച്ച് പഠിപ്പൊക്കെ ഉണ്ടായിരുന്നെന്ന് വെച്ചിട്ട് കാര്യമില്ല. മനുഷ്യത്വം വേണം. അതില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. നമ്മളതിന് എന്തോ വലിയ സംഭവം, നമ്മളാണ് ഈ നാട് ഭരിക്കുന്നത് എന്നുള്ള സ്വയമേയുള്ള തോന്നലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങ് ചുരുട്ടി മാറ്റി വെക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഇരിക്കും. ഇപ്പോൾ ആ കുടുംബത്തിൽ കുറച്ചെങ്കിലും വിവരവും വിദ്യാഭ്യാസവും ബോധവും ഉള്ളത് അഹാനയ്ക്കാണെന്ന് കരക്കമ്പിയിലും നാട്ടുകാർ ഒരു സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം അതും പോയി കിട്ടി. ആ കുടുംബത്തിൽ ഇപ്പോഴാണ് അഹാനയ്ക്ക് നല്ലൊരു പേര് കിട്ടിയത്, ചീത്തപ്പേര്. ഓക്കെ, അപ്പോൾ അഹാന ഇപ്പോൾ എയറിലാണ്. ഇന്നലെ തന്നെ അൻസിക വന്നിട്ട് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ തമ്മിൽ മിസ്ലീഡ് ചെയ്തെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ മിസ്ലീഡിങ് തമ്മിൽ വയ്ക്കാറുണ്ട്. പക്ഷെ ഇന്നലെ ആ തമ്മിൽ എഴുതിയിരുന്ന സാധനം കമൻറ്റ് ആരൊക്കെയോ ചോദിച്ചതിന് കമൻ്റായിട്ട് എടുത്ത് വെച്ചിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്ത് വിട്ടത്. പോട്ട് അത് വിട്, ഞാൻ ഇനി ന്യായീകരിക്കുകയില്ല. പക്ഷേ ഞാൻ റീസെൻ്റ്ലി കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പറയുന്ന നമ്മുടെ അവരില്ലേ, സജിന, നൂറിലെ സജിന, എവർ വന്നിട്ട് എനിക്കെതിരെ ഞാൻ 3 കോടിയുടെ കാര്യം പറഞ്ഞ കള്ളോ എന്നുള്ള രീതിയിൽ ഒരു മാറ്റ് സംസാരിച്ചു. 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഫിറോസ് ആ വോയിസ് അടക്കം പുറത്ത് വിടുന്നു, സജിന ഏറി പോകുന്നു. എനിക്ക് അതുപോലെയാണ് ഫീൽ ചെയ്തത്. ഇന്നലെ അഹാനയായാലും ഹൻസികയായാലും വന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വലിയ വായ്ത്താളങ്ങളൊക്കെ അടിച്ചു. അപ്പോൾ ഹൻസികയായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിന്നെ അതിൽ വലിച്ചിട്ടിട്ടില്ലായിരുന്നു. പക്ഷേ അവളെ ഞാൻ വലിച്ചിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എടുത്ത് വെച്ച് അങ്ങ് സൈബർ അറ്റാക്കിന് എന്നെയാണ് അവൾ ഇട്ട് കൊടുത്തത്. പക്ഷെ എനിക്കിപ്പോൾ ഇല്ലാണെന്നുള്ള കാര്യമൊക്കെ അറിയത്തില്ലല്ലോ. അപ്പോൾ അതങ്ങനെ അതിനുശേഷം മൊത്തത്തിൽ കയറിപ്പോയി. അങ്ങനെ ഞാൻ ഏറിപ്പോയെന്നാണ് അവർ ചിരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തൻവിയുടെ രാവിലത്തെ വീഡിയോ വന്നപ്പോൾ ഇവരെല്ലാവരും കുടുംബത്തോടെ ഏറിപ്പോയി. ഓക്കെ, ആ അമ്മച്ചി ഒരു പട്ടുകുഞ്ഞു പോലും തിരിഞ്ഞ് നോക്കില്ല. എല്ലാം വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രഹസനവും ഷോയും മാത്രമായിരുന്നെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. എന്തായാലും വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. തൻവി പറയുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് റിയാക്ട് ചെയ്യാനുണ്ട്, എനിക്ക് സംസാരിക്കാനുണ്ട്, കേൾക്കാം. ബേസിക്കലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, അമ്മൂമ്മയുടെ ആ ചെറിയൊരു ഷോട്ട് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഞാൻ ആ വീഡിയോ എടുത്ത് എപ്പോഴാന്ന് വെച്ചാൽ, നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മൂമ്മ ഇങ്ങനെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് പാക്കിങ്ങിൻ്റെ ഇടയ്ക്ക് അമ്മൂമ്മേനെ എന്നെ വീഡിയോ ഷോട്ടിലേക്ക് കയറ്റാം എന്നുള്ള രീതിയിലാണ് എടുത്തത്. പക്ഷേ അമ്മൂമ്മ വിളിച്ചപ്പോഴും പിന്നെ എപ്പോഴും പറയുന്ന ഒരേ കാര്യം പോലെ വിഷമം പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു ഷോട്ട് എടുത്തു. അമ്മൂമ്മ എനിക്ക് ആരുമില്ല, എന്നെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കത് കേട്ടപ്പോഴത്തേക്കും വിഷമമായി. കാരണം അമ്മൂമ്മ ആരുമില്ല എന്ന് പറയുന്നത് അപ്പം പോയോണ്ട് അമ്മൂമ്മക്ക് കൂട്ടിന് ആരുമില്ല. കാരണം അമ്മൂമ്മക്ക് ജോലിക്ക് നിൽക്കിയ ആളുണ്ട്. പിന്നെ അമ്മൂമ്മേനെ സിന്ധുമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി നിർത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം അമ്മൂമ്മക്ക് ഈ OCD എന്ന് പറഞ്ഞ സാധനം ഉള്ളതാണ്. അപ്പോൾ അമ്മൂമ്മക്ക് അമ്മൂമ്മയുടേതായ രീതിയിലൊക്കെ വീട് വൃത്തിയാക്കാൻ ഉള്ള രീതിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മു പറഞ്ഞ ആ കാര്യം സത്യമാണ്, അമ്മൂമ്മക്ക് OCD ഉണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ ജനിച്ചു വീണതേ അമ്മൂമ്മയുടെ അടുത്താണ്. അപ്പോൾ അമ്മൂമ്മക്ക് പണ്ട് തൊട്ടേ ഈ അസുഖം ഉണ്ടായിരുന്നു. എനിക്കതുകൊണ്ട് അത്രയും വലിയ കുഴപ്പമില്ല. അത് മാത്രമല്ല, ഞാൻ ഒരു കെയർ ഹോം. ഓക്കെ, ഇവിടെ തൻവി ഒരു കാര്യം പറയുന്നുണ്ട്. തൻവി ജനിച്ചു വീണത് അമ്മൂമ്മയുടെ അടുത്താണെന്ന്. ഈ പറയുന്ന തൻവിക്ക് സ്വന്തം അമ്മയൊന്നും കൂടെയില്ല, ആരുമില്ല കൂടെ. ആ ഒരു അവസ്ഥയാണ്, വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് തൻവിയുടെ ലൈഫ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അമ്മൂമ്മയ്ക്ക് കുറച്ച് സ്നേഹം കൂടുതലായിരുന്നു തൻവിയുടെ അടുത്ത്. അതൊരു തെറ്റാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റല്ല. ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ 4 മക്കൾക്കും സ്നേഹം നൽകാനും സ്നേഹിക്കാനും കൃഷ്ണകുമാറുണ്ട്, സിന്ധു കൃഷ്ണനുണ്ട്. പക്ഷേ തൻവിക്ക് ആരുമില്ല. ഓക്കെ, ആ സ്ഥിതിക്ക് കുറച്ച് സ്നേഹം കൂടുതലായി. പക്ഷേ അമ്മൂമ്മ എന്ന രീതിയിൽ എല്ലാ മക്കളെയും അല്ലെങ്കിൽ എല്ലാ ചെറുമക്കളെയും ഒരുപോലെ കാണണമായിരുന്നു. അമ്മൂമ്മയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്. പക്ഷെ തൻവിക്ക് ആരുമില്ലാത്തതുകൊണ്ട് കുറച്ച് സ്നേഹം അവിടെ കൂടുതൽ കൊടുത്ത്. പക്ഷെ അത് ബാക്കിയുള്ള ചെറുമക്കൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാത്തതൊന്നും അല്ല റീസൺ. പക്ഷെ ആഹാരം സംസാരിച്ചിട്ടുള്ള വാക്കുകളും രീതികളും വളരെ മോശമാണ്. ഒരിക്കലും ഒരു ചെറുമകളും ഒരു അമ്മൂമ്മയോടും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അത്രയും മാച്ചകരമായിട്ട്.
അവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹാന എന്ന് പറയുന്ന വ്യക്തിയുടെ സീറോ ക്വാളിറ്റിയാണ് എക്സ്പോസ് ആവുന്നത്. ഓക്കെ, സീറോ ക്വാളിറ്റി ഇല്ല. ആ ലെവലിലാണ് അഹാന ഇവിടെ എക്സ്പോസ് ആയിട്ടുള്ളത്. അഹങ്കാരവും പണവും ഉണ്ടായിട്ട് കാര്യമില്ലേ. ഈ വക കുറച്ച് വിവരം ബോധമൊക്കെ വേണം. ഇതൊക്കെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. നമുക്ക് കുറച്ച് കാശ് വരുമ്പോൾ നമ്മൾ എന്തോ ആയെന്നുള്ള തോന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ മനുഷ്യനില്ല, ബിഗ് സീറോ, പിന്നെ തീർന്നു. ഓക്കെ ബാക്കി വർക്ക് ചെയ്തപ്പോൾ മറ്റേ സ്പെഷ്യൽ നീഡ്സ് ആയ പ്രായമുള്ള ആൾക്കാരോട് വർക്ക് ചെയ്തതിന് ശേഷം സത്യം പറഞ്ഞാൽ അമ്മൂമ്മയുടെ OCD ഒക്കെ ഒന്നുമല്ല. അവിടെ നിന്ന് പിച്ചും മാന്തും അവരുടെ പാമ്പർ മാറ്റവും അതെല്ലാം ചെയ്തിട്ട് വരുമ്പോൾ അമ്മൂമ്മയുടെ ഈ OCD ഒക്കെ എനിക്കൊരു വലിയ കാര്യമായിട്ടേ തോന്നിയിട്ടില്ല. ഞാൻ പറയാലോ, സത്യം പറയാലോ, ഞാൻ അമ്മൂമ്മയുടെ കൂടെയാണ് വളർന്നത്. അപ്പോൾ ഈ വീട് തൂക്കുന്നതും തുടയ്ക്കുന്നതും ഈ പാത്രങ്ങൾ ഈ എല്ലാ കാര്യവും അമ്മൂമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നെ അടുക്കള എനിക്ക് ആഹാരം വെക്കാൻ അറിയത്തില്ല. നിങ്ങൾ എൻ്റെ വ്ളോഗ്സ് കണ്ടു കാണും. എല്ലാ വീഡിയോയിലും യോജിയ ഫുഡ് വയ്ക്കുന്നത്. എന്നെ അവരതുപോലെ പൊന്നുപോലെ നോക്കി. ഇപ്പം സിന്ധുമ്മയുടെ ഫാമിലിയിലും എൻ്റെ കസിൻസിനെ ഒന്നും അമ്മൂമ്മ അങ്ങനെ നോക്കിയിട്ടില്ല. എന്നെ നോക്കിയിട്ടുള്ളൂ, ബിക്കോസ് എൻ്റെ അമ്മ എന്നെ നോക്കിയിട്ടില്ല. അപ്പോൾ ആഹാന വ്ളോഗിൽ എൻ്റെ അമ്മേനെ കുറിച്ച് പൊക്കി എനിക്കൊന്നും അറിഞ്ഞൂടാ. അവരോട് അങ്ങനെയാ പെരുമാറിയത്, ബിക്കോസ് അവർ ഫേമസ് ആണ്. അതുകൊണ്ട് അവരോട് അങ്ങനെയാ പെരുമാറുന്നത്. അതായത് തൻവിയുടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻവിയുടെ അമ്മ തൻവിയെ നോക്കിയിട്ടില്ല, പകരം അവരോട് നല്ല സ്നേഹത്തിലാണ് പെരുമാറുന്നത്. അതിൻ്റെ റീസൺ അവർ ഫേമസ് ആണ്, അതുകൊണ്ട് അവരോട് നല്ല സ്നേഹത്താണ് പെരുമാറുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി അടിക്കുന്നുണ്ടായിരുന്നു പരസ്പരം. ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ അത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി അടിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്തു പറയാം, ഇത് മനുഷ്യന്മാരുടെ ഒരു ക്വാളിറ്റി, അത് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യമാണോ അത് തരുന്നത്, അതോ അത് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന മനുഷ്യത്വമാണോ എന്ന് എനിക്കറിയത്തില്ല. ഒന്നുകിൽ കാശ് കുറച്ച് വരുമ്പോൾ നമുക്ക് സ്വയം ഉണ്ടാകുന്ന ഒരു അഹങ്കാരമാണോ, ഊങ്കാണോ, ഈ സാധനമാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അഹാന എന്ന് പറയുന്ന വ്യക്തി അവിടെ എക്സ്പോസായി. പിന്നെ അഹാനെ മാത്രം ഇവിടെ കുറ്റം പറയാൻ പറ്റത്തില്ല. അഹാനയുടെ അമ്മയായിട്ടുള്ള സിന്ധു കൃഷ്ണ, തൻ്റെ മകളായിട്ടുള്ള അഹാന അമ്മുമ്മ ഇമാതിരി തെറിയും ഇമാതിരി അപരാധം വിളിച്ച് പറയുമ്പോൾ സിന്ധു കൃഷ്ണ എന്ന് പറയുന്നത് ആ അമ്മുമ്മയുടെ മകളാണ്. ആ മകൾക്ക് തൻ്റെ മകളെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാമായിരുന്നു, എതിർക്കാമായിരുന്നു. കൊച്ചുമോളാണ് അമ്മമ്മയെ പൂരത്തെറി വിളിക്കുന്നത്. അപ്പോൾ സ്വന്തം മകളായിട്ടുള്ള അമ്മമ്മയുടെ സ്വന്തം മകളായിട്ടുള്ള സിന്ധു കൃഷ്ണ കേട്ടോണ്ടിരിക്കുമ്പോൾ എനിക്കത് പുച്ഛമാണ് തോന്നുന്നു. ഇന്നലെ തന്നെ ആ വീഡിയോ മറ്റേ അഹാന ഇട്ട എക്സ്പ്ലനേഷൻ വീഡിയോ എടുത്തു കൊടുക്കുന്ന സിന്ധു കൃഷ്ണയാണ്, ഇടയ്ക്കെങ്ങാണ്ട് കയറി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളർത്തി വെച്ചിട്ടുള്ള വളർത്തു ദോഷം വ്യക്തമായിട്ട് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം അമ്മൂമ്മരോട് സിന്ധു കൃഷ്ണയ്ക്ക്, സ്വന്തം മകളായ സിന്ധു കൃഷ്ണയ്ക്ക് ദേഷ്യം ഉണ്ടാവാതിരിക്കുക, വോട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ ഈ സിന്ധു സ്വന്തം മകളായ അഹാനയും കൂടി അല്ലെങ്കിൽ സ്വന്തം മക്കളെയും കൂടി ആ കുടുംബത്തോട് അല്ലെങ്കിൽ ആ അമ്മൂമ്മയോട് വെറുപ്പ് സ്പ്രെഡ് ചെയ്ത് വളർത്തിയത് ശരിയല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പാരൻറ്റിങ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ സ്വന്തം കാര്യം നോക്കാനുള്ള കാശും പ്രാപ്തിയൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ആരും വേണ്ടെന്നുള്ളൊരു തോന്നലൊക്കെ വരും. നമുക്കാരും വേണ്ട, പിന്നെ നമുക്ക് സുഹൃത്തുക്കൾ വേണ്ട, ബന്ധുക്കൾ വേണ്ട, നാട്ടുകാർ വേണ്ട, ആരും വേണ്ട. നാട്ടുകാരൊക്കെ പിടിച്ച് അടുപ്പത്തിരുത്തണമെന്നല്ല, നാട്ടുകാരെ നാറുകളാണ്, എല്ലാവരും അല്ല, കുറേ പേര്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് കാശ് വരുമ്പോൾ നമുക്ക് ആരും വേണ്ട, ചുറ്റും ആരും വേണ്ട എന്നൊക്കെ ഉള്ള തോന്നൽ, അല്ലെങ്കിൽ ഈ വീട്ടിലുള്ള വയസ്സായവരൊക്കെ നമുക്കിനി ബാധ്യതയാണെന്നുള്ള തോന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ അഹങ്കാരങ്ങൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കും, സ്വാഭാവികം. അപ്പോൾ ചോദിക്കും അമ്മൂമ്മ പെർഫെക്റ്റ് ആണോ? ചിലപ്പോൾ അമ്മൂമ്മ പ്രായത്തിൻ്റെ ഇതിൽ കുറേ അൽക്കുളിത്ത പരിപാടികളൊക്കെ കാണിക്കും. പക്ഷെ ഒരിക്കലും അഹാന തിരിച്ച് ഇമാതിരി രീതിയിൽ പെരുമാറാൻ പാടില്ലാത്തതിൻ്റെ പീക്ക് ലെവൽ മോശമായ രീതിയിലാണ് അഹാന പെരുമാറിയിട്ടുള്ളത്. ഒരിക്കലും അംഗീകരിക്കാനും പറ്റത്തില്ല. തൊട്ടേ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അമ്മൂന് മാത്രമേ ഫേവർ ചെയ്യത്തുള്ളൂ. ഈ അമ്മു എന്ന് പറയുന്നത് അഹാനയാണ് കേട്ടോ. അമ്മുവിനെ മാത്രമേ ഫേവർ ചെയ്യത്തുള്ളൂ. ഒരു കാര്യത്തിന് എന്നെ പട്ടിയെ പോലെയാണ് നോക്കിയത്. ഞാൻ എല്ലായിടത്തും എന്നെയും കൊണ്ടുപോകുമ്പോ അതായത് തൻവിയുടെ അമ്മ ഫേവർ ചെയ്തിട്ടുള്ളത് അമ്മുവിനെയാണ്, അഹാനയാണ്. സ്വന്തം മകളെ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല, പട്ടിയെ പോലെയാണ് നോക്കിയത്. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ ആരും നോക്കാണ്ടില്ലാതെ, ആരും സ്നേഹിക്കാനില്ലാണ്ട് വന്നപ്പോൾ തൻവിയെ അമ്മൂമ്മ സ്നേഹിച്ചു. ഓക്കെ, കുറച്ച് കൂടുതൽ സ്നേഹം കൊടുത്തു, കുറച്ച് കൂടുതൽ ഇഷ്ടമായിരുന്നു. അത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കൊച്ചുമക്കൾ നോക്കുമ്പോൾ അവർക്ക് കിട്ടാത്ത സ്നേഹം അമ്മൂമ്മ അവർക്ക് കൊടുക്കുന്നു. അത് ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാകും. പക്ഷെ എന്തൊക്കെയായാലും അഹാന പറയാൻ പാടില്ലാത്ത വാക്കുകളും പ്രവർത്തിക്കാൻ പാടില്ലാത്ത രീതികളുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതെപ്പോഴും തെറ്റ് തന്നെയാണ്. കരഞ്ഞ കുട്ടിയാണ് ഞാൻ, എനിക്കറിഞ്ഞൂടെ. എന്റെ കാര്യം പോലെ അല്ലല്ലോ അവ ബാക്കിയുള്ളവരോട് പെരുമാറുന്നത്. കല്യാണം എത്രയോ പേര് ഞാൻ ക്യാൻറ്റീനിൽ കണ്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞവർ. ആ കല്യാണം കഴിഞ്ഞവർ എന്ന് വെച്ചാൽ കൊച്ചുങ്ങൾ, അവരുടെ കൊച്ചുങ്ങൾ മൂന്നും ഇപ്പം ഞാൻ സ്റ്റെപ്പ് കൊച്ചായിട്ട് വന്നാൽ പോലും ഞാൻ
അവരെൻ്റെ സ്റ്റെപ്പ് ബ്രദേഴ്സ് ആണെങ്കിലും ദേ ആർ സ്റ്റിൽ മൈ സിബ്ലിങ്സ്. അവരെ നോക്കേണ്ട പോലെയല്ലേ എന്നെ നോക്കേണ്ടത്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ബാംഗ്ലൂർ എൻ്റെ അമ്മേനെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ പറഞ്ഞു, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നീ പറയണേ നീ എൻ്റെ ചേച്ചിയുടെ മോളാണെന്ന്, എൻ്റെ മോളാണെന്നൊന്നും പറയല്ലേ, ആർക്കും അറിയത്തില്ല ഞാൻ സെക്കൻഡ് മാരേജ് ആണെന്ന്. ഇങ്ങനെയൊക്കെ ഒരു സ്വന്തം മോളുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു സ്ത്രീയാണ് അത്. അമ്മൂമ്മ ആരുമില്ല എന്ന്. ഓക്കെ, അതായത് തൻവിയെ പോലൊരു മോളുള്ളത് അവർ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു, മറ്റുള്ളവർ മുന്നിൽ അത് അങ്ങനെയുള്ള സെറ്റപ്പ് അല്ല എന്നുള്ള രീതിയിൽ പറയാനായിട്ട്. സ്വന്തം മക്കളെ മറച്ചു വെച്ചുകൊണ്ടൊരു അമ്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഷീസ് നോട്ട് എ മദർ. ഓക്കെ, ഒരു അമ്മയല്ല, ഒരു സ്ത്രീയല്ല. ഓക്കെ പറഞ്ഞ് കരയുന്നത് അപ്പൂപ്പൻ മരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ കൂടെ വരാൻ വേണ്ടി പറഞ്ഞു, അതിന് എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അത്രേ ഉള്ളു കാര്യം. ഇത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇത് നിങ്ങൾ കറക്കി തിരിച്ച് സിന്ധു കൃഷ്ണ അവിടെ അമ്മേനെ നോക്കുന്നില്ല, അവിടെ തൻവിയുടെ അമ്മ അവരെ നോക്കുന്നില്ല, ഇവര് നോക്കുന്നില്ല, അവർ നോക്കുന്നില്ല. പക്ഷേ ഇപ്പൊ ശരിക്കും അവർ നോക്കുന്നില്ല. അതാണ് സത്യാവസ്ഥ. സത്യാവസ്ഥ എന്ന് വെച്ചാല് അമ്മൂമ്മേനെ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അമ്മൂമ്മ പ്രശ്നമാണ്. ഇവർക്കൊക്കെ അപ്പൂപ്പനെയാണ് കൂടുതൽ ഇഷ്ടം, അമ്മൂമ്മേന് അത്രയും താല്പര്യമില്ല. അങ്ങനെ കാരണം അമ്മൂമ്മയ്ക്ക് എപ്പോഴും ഞാനാണ്. ഓക്കെ, ഇവിടെ തൻവി പറയുന്നൊരു കാര്യമുണ്ട്, ഇവർക്കാർക്ക് അമ്മൂമ്മയെ ഇഷ്ടമല്ല, അപ്പൂപ്പനെയാണ് ഇഷ്ടമെന്ന്. അതിനർത്ഥം അപ്പൂപ്പനോട് അവർക്ക് സ്നേഹമുണ്ട്, അമ്മൂമ്മയോട് സ്നേഹമില്ല. അതിന് റീസൺ അമ്മൂമ്മ എപ്പോഴും തൻവിയോടാണ് കൂടുതൽ സ്നേഹം കാണിക്കുന്നത്. കാരണം ആ കുട്ടിക്ക് ആരും ഇല്ലാതെ കിടന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് കൂടുതൽ കെയർ കൊടുത്തത് തെറ്റാണോന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റല്ല, പക്ഷേ എല്ലാവരും ഒരുപോലെ കാണണമായിരുന്നു അമ്മൂമ്മ. പക്ഷെ അമ്മൂമ്മ അതൊരു വലിയ അപരാധമാണ് ചെയ്തതെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ആരും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ദൈവം തുണയാവുമെന്ന് പറയുന്ന പോലെ അമ്മൂമ്മ ഒന്ന് തുണയായതാണ്, അത്രേ ഉള്ളൂ. ഞാനാണ് വലുതെന്ന് പറഞ്ഞ് അമ്മൂമ്മ എൻ്റെ എല്ലാ കാര്യവും നോക്കുമായിരുന്നു. സോ ബേസിക്കലി അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. ബിക്കോസ് എന്നെ മാത്രമേ കൊച്ചുമോളെ മാത്രമേ നോക്കുന്നുള്ളൂ എന്നുള്ളൊരു പരാതിയാണ്. കാരണം അമ്മൂമ്മ നോക്കുമ്പോൾ എൻ്റെ അച്ഛനില്ല, എനിക്ക് അച്ഛനില്ല. അമ്മയാണെങ്കിൽ എൻ്റെ അമ്മയുടെ കാര്യം നോക്കിപ്പോയി. എന്നെ ഞാൻ ചെന്നൈയിൽ നിന്നപ്പോൾ പോലും ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ ചെന്നൈയിലാണ് വന്ന് നിന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ മനസ്സിൽ വരെ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ എൻ്റെ അച്ഛൻ്റെ കാര്യം ഞാനങ്ങ് ചത്തിരുന്നെങ്കിൽ. ഞാനിത് മുമ്പിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പുതിയതായിട്ട് ഞാൻ വന്നതിന് ശേഷം ഒരു സ്ത്രീയും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, തൻവി നല്ലോണം അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ലൈഫിൽ. ഓക്കെ, അത് തൻവിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. ഇവിടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കുടുംബ പ്രശ്നം നാട്ടുകാരുടെ ഇടയിലേക്ക് ചർച്ചാ വിഷയമായി, അത്രേ ഉള്ളൂ. പക്ഷെ അഹാനയാണ് ഇവിടെ എക്സ്പോസ് ആവുന്നത്. കൃത്യമായിട്ട് അഹാനയുടെ ആ ഒരു ക്യാരക്ടർ എക്സ്പോസ് ആയി. എത്രത്തോളം കാളകൂട വിഷമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിലാണ് എക്സ്പോസ് ആയത്. അവര് വന്ന് ജോലിക്ക് ഇങ്ങനെ നിന്നു. ഞാൻ ചേച്ചി എന്നാ വിളിച്ചുകൊണ്ടിരുന്നത്. നമ്മള് 2 ദിവസം, അതുമാത്രമല്ല അമ്മൂമ്മയുടെ കസിൻ ഉണ്ടായിരുന്നു ഗിരിജ വല്യമ്മ എന്ന് പറഞ്ഞിട്ട്, അവരും വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. ഈ വീട്ടിലെ പകുതി പണി ഞാനാണ് ചെയ്തത്. ഈ ചേച്ചിയെ കൊണ്ട് മെയിൽ വരെ ഞാൻ ഒരു ദിവസം 8 തൊട്ട് 4 മണി വരെ നിൽക്കുന്ന ആളാണ്. അതിന് 8 മണിക്ക് വരാനുള്ളവർ 9 മണിയായിട്ടാണ് വരുന്നത്. ഓക്കെ, പോട്ടെ, അമ്മൂമ്മ പോട്ടെ. അവർ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യം 8 മണി എന്നുള്ള ഡെയിലി 8:45, 9, എന്നിട്ട് അവർക്ക് 4 മണിക്ക് പോകണം 3. പക്ഷേ ഈ സാലറി അവർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ 8 തൊട്ട് 4. ഇപ്പം നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമെന്ന് വെച്ചോ, 8 തൊട്ട് 4 മണി വരെയാണ് ജോലി. നിങ്ങൾക്ക് 2 മണിക്ക് ജോലി ചെയ്യും, നിങ്ങൾ 2 മണിക്ക് ഇറങ്ങി പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. അതേപോലെയാണ് ഈ ക്ലീനിങ് ജോലിയാണെങ്കിലും എന്ത് ജോലിയാണെങ്കിലും. അപ്പോൾ എന്നിട്ട് 500 ഒരു ദിവസം എന്തോ കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ അറിയാതെ അമ്മൂമ്മ എക്സ്ട്രാ 50 രൂപ ഗ്യാസിന് വരെ കൊടുത്തു. ഞാൻ അമ്മൂമ്മ വഴക്ക് പറഞ്ഞു, അമ്മൂമ്മ ഒന്നാണ് പൈസ ഇല്ലാത്ത സമയം, എന്തിനാ ഇങ്ങനെ ആവശ്യമില്ല അമ്മ മക്കളെ, അവൾക്ക് ഒരു 50 രൂപ ഗ്യാസിനെങ്കിലും ആവട്ടെ. അമ്മൂമ്മ ഇനിയിപ്പോൾ എന്നെ ഒരു കത്തി എടുത്ത് കുത്തിയാലും എനിക്ക് അമ്മൂമ്മനെ കളഞ്ഞ്. ഓക്കെ, തൻവി പറയുന്നത് വെച്ചിട്ട് നല്ലൊരു മനസ്സ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ അമ്മൂമ്മ എന്ന് തോന്നുന്നു. അതായത് അവിടെ വന്നിട്ടുള്ള മെയ്ഡിനൊക്കെ ഇങ്ങനെ ആകുമ്പോൾ ഒരു എക്സ്ട്രാ ഒക്കെ കൊടുക്കും എന്നുള്ള കാര്യമൊക്കെയാണ് തൻവി പറഞ്ഞു വയ്ക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള മനസ്സുള്ള വ്യക്തിയാണ് അമ്മൂമ്മയെന്ന് തോന്നുന്നു. പക്ഷേ അവരെത്ര കാശ് കാണൂല, KK ഫാമിലിയിൽ അത്ര കാശ് കാണത്തില്ല. കാശില്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെതായ വില സമൂഹത്തിൽ ഇല്ലെന്ന് പറയാറില്ല. നമുക്ക് നമ്മുടെ കൂടെ ലെവലിൽ നിർത്തുന്ന ആൾക്കാർക്ക് നല്ല കാശും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതുപോലെ കൂടെ നിർത്തും, ഇല്ലെങ്കിൽ ഇല്ല. അത് മനുഷ്യന്മാരുടെ ഒരു പ്രവണതയാണ്. കാശെന്ന് പറയുന്നത് വാല്യൂ ഉള്ള സാധനമാണ്, അതെല്ലാവർക്കും അറിയാം. കാശില്ലാത്തപ്പോൾ ഉള്ള അനുഭവങ്ങളും കാശ് വരുമ്പോൾ ഉള്ള അനുഭവങ്ങളും നമുക്ക് മനസ്സിലാവും. പിന്നെ കാശ് വരുമ്പോൾ നമ്മളെ കൂടെ കാശില്ലാത്ത സമയത്ത് ഉണ്ടായിരുന്നവരെ മാറ്റി നിർത്തുന്നത് നല്ല പ്രവണതയല്ല. നമ്മുടെ കയ്യിൽ കാശില്ലാത്തപ്പോൾ നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ട് അവരെ നമ്മൾ നിർത്തണം. അതിവിടെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഓക്കെ.
അപ്പോൾ കാശുള്ള KK ഫാമിലിക്ക് ഇതൊക്കെ അമ്മൂമ്മയൊക്കെ വേസ്റ്റ്, അമ്മൂമ്മയൊക്കെ അധികപ്പറ്റ് നല്ലതാണ്. പോകാൻ പറ്റത്തില്ല, കാരണം അവരെന്നെ അത്രയ്ക്കും നോക്കിയതാ. അഹാനയായിട്ടുള്ള ഒരു ക്ലോസ്നെസ് അമ്മൂമ്മയ്ക്കില്ല. അമ്മൂമ്മയ്ക്ക് എന്നെ വളർത്തിയുണ്ട്, അമ്മൂമ്മയ്ക്ക് ആ ഒരു ക്ലോസ്നെസ് ഉണ്ട്. അതേപോലെ എനിക്ക് എൻ്റെ ഓക്കെ, ഈ പറയുന്ന തൻവിയെ വളർത്തിയത് അമ്മൂമ്മയാണ്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് കുറച്ച് ക്ലോസ് ആയിട്ട് തൻവിയാണ് ഏറ്റവും വലുത്, തൻവിയോടാണ് സ്നേഹം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, രണ്ട് ടീംസിനെ ഞാൻ വലുതായിട്ട് അംഗീകരിക്കത്തില്ല. രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷെ അത് കുറച്ച് കൂടുതൽ അഹാനയുടെ ഭാഗത്താണ്. ഓക്കെ, അഹാന അമ്മൂമ്മയോട് ഒരിക്കലും പെരുമാറാൻ പാടില്ലാത്ത രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. അതിനൊരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ. കുറച്ചൊക്കെ അഹങ്കാരവും ഈ ഞെകളിപ്പും ഞാനെന്ന ഭാവവും ഇതൊക്കെ കുറയ്ക്കണം, അല്ലെങ്കിൽ മനുഷ്യന്മാർ ഗുണം പിടിക്കത്തില്ല. അമ്മ ഇല്ലാത്തതുകൊണ്ട് അമ്മൂമ്മയാണ് എനിക്ക് ആ ക്ലോസ്നെസ് ഉള്ളത്. അപ്പം ഇവര് തമ്മിൽ ഭയങ്കര അടിയായിട്ട് ഈ അമ്മു ഇത്രയും പറഞ്ഞില്ലേ, അമ്മൂമ്മ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് എന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് അവർ പറഞ്ഞ ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ എന്നെ റിമൂവ് ചെയ്ത്. ആ ഗ്രൂപ്പിലുള്ള എൻ്റെ കൊച്ചാണ് സത്യം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അമ്മു ആ ഗ്രൂപ്പിലിട്ടതാ. ഇനി അവരെന്തെങ്കിലും സ്ക്രീൻഷോട്ട് ഇടുകയാണെങ്കിൽ ഞാനും ഈ കാര്യം വിടുമായിരിക്കും. പക്ഷെ എനിക്ക് ഇതിനൊന്നും താല്പര്യമില്ല. ഞാനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് അങ്ങ് പറഞ്ഞങ്ങ് തീർക്കുക. ഞാൻ പറയാം അവരെന്താണ് ആ ഗ്രൂപ്പിൽ അമ്മൂമ്മേനെ വിളിക്കുന്നതെന്ന്. എൻ്റെ അമ്മ എൻ്റെ അമ്മ പറഞ്ഞ് Mom is not even once telling I should have let Dad downstairs washroom. അതെന്താന്ന് വെച്ചാൽ എൻ്റെ അമ്മ പറയുക കുറെ ഇംഗ്ലീഷും വായിക്കാത്തിട്ട് ചവച്ചരച്ച് തുപ്പിക്കൊണ്ടാണ് കോപ്പ് കേൾക്കുമ്പോഴൊക്കെ വരും. ബാക്കി പറ. അപ്പൂപ്പൻ മേലത്തെ ബാത്റൂം, ഇവരെല്ലാവരും പറഞ്ഞ മേലത്തെ ബാത്റൂമിൽ അപ്പൂപ്പൻ പോയി യൂസ് ചെയ്തുകൊണ്ടാണ് അപ്പൂപ്പൻ മരിച്ചു പോയത്. ഇതെല്ലാം കാരണക്കാരി എൻ്റെ അമ്മൂമ്മയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ അപ്പൂപ്പൻ്റെ മേലത്തെ ബാത്റൂമിൽ ഞാൻ ഇവിടെ ഉള്ള സമയത്ത് അപ്പൂപ്പൻ മേലത്തെ ബാത്റൂമിൽ യൂസ് ചെയ്തില്ല. ആ വാഷിംഗ് മെഷീൻ ബാത്റൂം അവരെന്തിനാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ അപ്പൂപ്പൻ ആദ്യം രാവിലെ അമ്മ ഒരു ബക്കറ്റിൽ താഴെ തുണിയിട്ട് വെക്കാം, അമ്മൂമ്മക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യ. പണ്ട് തൊട്ടേ അങ്ങനെയാണ്, അമ്മൂമ്മ അങ്ങനെ സ്റ്റെപ്പ് കയറത്തില്ല, അത്യാവശ്യം ഇല്ലെങ്കിൽ കയറത്തില്ല. അപ്പം ആ ബക്കറ്റ് തുണി, അപ്പം അപ്പം എന്തെന്ന് വെച്ചാൽ ആ തുണി കൊണ്ടുവന്ന് ആ മേലത്തെ ബാത്റൂമിൽ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അപ്പം അവിടെ രാവിലെ കക്കൂസൊക്കെ യൂസ് ചെയ്തിട്ട് പല്ലൊക്കെ തേച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അപ്പം ഇതായിരുന്നു അപ്പം അപ്പൂപ്പൻ്റെ സ്ഥിരം ശീലം ഇതായിരുന്നു. പിന്നെ ഹോംലെസ് വന്നതിന് ശേഷം അപ്പൂപ്പൻ ആ ശീലം പിന്നും കണ്ടിന്യൂ ചെയ്യണം. ആയവരോട് നമുക്ക് അടി ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൂപ്പൻ അങ്ങനെ കയറി വന്നോണ്ടിരുന്നത്. അങ്ങനെ കയറി വന്ന ഒരു ദിവസമാണ് അപ്പൂപ്പൻ ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് പോലെ വന്ന് അപ്പൂപ്പൻ മരിച്ചു പോയത്. എനിക്കന്നും അമ്മൂമ്മേനെ കുറിച്ച് കൊച്ചുമോള് പറയുന്നത്. ഓക്കെ, അപ്പൂപ്പൻ്റെ കാര്യമൊക്കെ പോയി, ഇനി അങ്ങനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അമ്മൂമ്മയെ കുറിച്ചിട്ട് ഇനി കൊച്ചുമോള് പറയുന്നത് കേൾക്കണം. കൊച്ചുമോളാരാ? കൊച്ചുമോള അമ്മു, അഹാന പറയുന്നത് കേൾക്കാം. അഹാന ഈ ചാറ്റൊക്കെ എൻ്റെ അവരെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ഇതെല്ലാം ഞാൻ എന്തോ ഭാഗ്യത്തിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞ് വെച്ചു. ബിക്കോസ് ഞാൻ ഈ ചാറ്റൊക്കെ കാണുമ്പോൾ ഞാൻ അമ്മൂമ്മേനെ പറയാം, അമ്മൂമ്മേനെ കുറിച്ച് മോശമായിട്ട് പറയുന്നത്. സ്ക്രീൻഷോട്ട് ഓൾറെഡി എടുത്ത് വെച്ചല്ലേ, അപ്പം നേരത്തെ പ്ലാനിങ് ഉണ്ടാകുമെന്ന് എനിക്കൊരു സംശയം. എന്തോ എവിടെയോ ഒരു മിസ്റ്റേക്ക്, വേറെ ഒന്നുമല്ല, നേരത്തെ പ്ലാനിങ് ഉള്ളതുപോലെ എന്തെങ്കിലും എടുത്ത് ഇട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലതാണ്. അതുകൊണ്ട് അമ്മൂമ്മ ഇങ്ങനെ ചെയ്യാതെ അങ്ങനെ ചെയ്യാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അമ്മൂമ്മയുടെ ഞാൻ ഒന്നും പറയാതെ ഇരുന്നിട്ടില്ല. All that bitch needs is money. I wonder what she's doing with the 30 lakhs. അപ്പോൾ ഇങ്ങനെയൊക്കെ അയക്കുമ്പോൾ ഞാൻ അമ്മൂമ്മയോട് പറയാം. അപ്പം അമ്മ പറഞ്ഞ് നീ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങണ്ട, അവരെന്താ പറയണേ നീ കേട്ട് നോക്കിയിട്ട് നീ എന്നോട് പറ. അങ്ങനെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ അമ്മൂമ്മ വരെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ കസിൻസ് ഗ്രൂപ്പുണ്ട്, എനിക്കറിയത്തില്ല, ഞാൻ അത് കണ്ടിട്ടുപോലുമില്ല. സത്യം അതുണ്ടോന്നോ? ഇപ്പോൾ മെസ്സേജും ഇല്ല, ഒന്നുമില്ല, ആർക്കും ഒന്നും അറിഞ്ഞും കൂടെ. അങ്ങനെ ആയിരിക്കണം കസിൻസ് ആയ. ഒരു മെസ്സേജാ, Tanvi, your dear grandmother is the biggest bitch on earth. If you എനിക്ക് കാണാം, എൻ്റെ കൊച്ചാണ് സത്യം ദഹാന അയച്ചേക്കുന്ന മെസ്സേജാ. If you all wish to see dad alive for some more time, please ask her to adjust. ഇങ്ങനെയൊക്കെയാണ് അയക്കുന്നത്. പറഞ്ഞോ. ഓക്കെ, ഇനി അമ്മൂമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അഹാന അയച്ചിട്ടുള്ള മെസ്സേജ് കേട്ടല്ലോ, ഞാനിനി അർത്ഥം പ്രത്യേകിച്ച് തർജ്ജമ ചെയ്ത് തരേണ്ട കാര്യമില്ല. ഇനി അമ്മൂമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം. അമ്മൂമ്മ എന്നെ കാനഡ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്ന് പറ. കാനഡയിൽ നിന്ന് ആ കൊച്ചനെ ഞാൻ വിളിച്ചു വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിൻ്റെ അപ്പൂപ്പൻ മരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ അപ്പൂപ്പനെ പറഞ്ഞ മക്കളെ നീ ഇനി വാ, ഞങ്ങളെ രണ്ടുപേരെയും നോക്കണം. എൻ്റെ മക്കള് എന്നെ അമ്മ എന്നെ കാനഡ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്ന് പറ.
കാനഡയിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ചു വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിൻ്റെ അപ്പൂപ്പൻ മരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ അപ്പൂപ്പനെ പറഞ്ഞു, മക്കളെ നീ ഇഞ്ഞു വാ, ഞങ്ങളെ രണ്ടുപേരെയും നോക്കണം, നീ ഇഞ്ഞു വാ, നീ ഇഞ്ഞു. പക്ഷേ അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു, പക്ഷേ എൻ്റെ ഒരു കാര്യം അവൾ നോക്കാറില്ല. അമ്മൂമ്മേനെ കുറേ വർഷങ്ങൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു പിന്നെ ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞാൽ അത് എൻ്റെ ഒരു സ്വഭാവമാണ്. അത് ഞാൻ പറയും. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്നെ എടി അവളെ ഇവളെന്നും പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിയെ ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മുമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിൻ്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിൻ്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതെ ഇതേ പിന്നെ എന്താ അതൊക്കെ. എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇത് കണ്ടോ നിങ്ങൾ? അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എനിക്ക് അവരയക്കണേന് ഇത് കണ്ട അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കണതുണ്ട്, ഇങ്ങോട്ട് അയക്കുന്നത് ഇല്ല. അപ്പം അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മുവിനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയണില്ല, പക്ഷേ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്, അല്ലേ ഞാൻ പറയില്ല. എന്നിട്ട് അവർ പറയുന്ന അമ്മൂമ്മ അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ല എന്നും അപ്പൂപ്പൻ്റെ മൂക്കുന്ന രക്തം വന്നു. ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ല എന്ന് എനിക്കറിയത്തില്ല. അവരെ മൂക്കുന്ന രക്തം വന്നെന്നൊക്കെ വെറുതെ ചുമ്മാ പറയണം. മൂക്കങ്ങനെ മുറിഞ്ഞ് രക്തം വന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിലൊന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മൂമ്മ ഹോം നഴ്സിനെ വെളിയിൽ നിർത്തിയെന്നാ അങ്ങനെ എന്തൊക്കെയൊക്കെ പറയുന്നത്. തെറിയും പറഞ്ഞും കൊണ്ടുപോയൊരു ഹോം നഴ്സിനെ. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത് അവിടെ ഒരു മെൻ്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഞാനിവിടെ ആർക്കൊരു ഫോൺ ചെയ്യുമോ ആ ഫോൺ അതേപടി ഇവർ റെക്കോർഡ് ചെയ്ത് എടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച്, ഞാൻ ആകെ വിളിക്കുന്നത് എൻ്റെ 2 നാത്തൂന്മാരുണ്ട്, അവരെ ചിലപ്പോൾ വിളിക്കും. അവരെ വിളിച്ചാൽ അമ്മൂമ്മ പരാതി പറയാറുണ്ട്. അവരെ വിളിച്ച് ഞാൻ പറയും എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്. സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റ് കൊടുത്ത് സിമിക്ക് വേണ്ടിയിട്ട്, അതും പോയി. അമ്മൂമ്മ എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്? സിമി ഈ കുട്ടിയെ തൻവിയെ നോക്കാത്തതിൻ്റെ പേരിലാണ് ഞാൻ. അവര് പറയുന്ന അമ്മ പറയുന്ന ചിന്നമ്മ എന്നാണല്ലോ എൻ്റെ അമ്മേനെ വിളിക്കുന്നത്. ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീയാണെന്നും എൻ്റെ ഒരാൾ കല്യാണം കഴിച്ച എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ച അല്ല കുഴപ്പം, ഒരു കുഞ്ഞിനെ നോക്കിയില്ല എന്നുള്ളതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മു പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിൻ്റെ അമ്മയും അമ്മുമായിട്ട് വഴക്ക് കൂടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ കല്യാണത്തിന് പോലും ആ 4 സിമിയെ ഞാൻ വിളിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ചിന്നമ്മ നല്ലവളാ. അങ്ങനെയൊക്കെ പറഞ്ഞാണ്. എന്തായാലും ആവട്ടെ.
എന്നിട്ട് പറയും അമ്മൂമ്മ അപ്പൂപ്പനുമായിട്ട് അടിയാവുന്നു, അമ്മൂമ്മ അപ്പൂപ്പനെ ഇത് ചെയ്തു, ഉപദ്രവിച്ചു എന്നു, അമ്മൂമ്മ എങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പം അതിനെന്താണ് പറയാനുള്ളത്? ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ അടികൂടിയ നാട്ടുകാർക്കെന്ത്? ഞങ്ങൾ ചിലപ്പോൾ അടികൂടും പിടികൂടും പലതും ചെയ്യും. അത് ആരും തിരക്കേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ ഒറ്റ കാര്യം ഈ KK ഫാമിലി അടുത്ത് പറയത്തുള്ളൂ, ആ പാവത്തിൻ്റെ ശാപം പിടിച്ച് വെക്കരുത്. ഗുണം പിടിക്കാൻ കുറച്ച് പാടാവും കേട്ടോ. കുറേ പണവും കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചെന്ന് ഒന്നും ആവത്തില്ല. ആ പാവത്തിന് ശാപം പിടിച്ചു വെച്ചാൽ ഗുണം പിടിക്കാതെ പോകും. ഇത് മൈൻഡിൽ ഉണ്ടായിരിക്കട്ടെ. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. KK ഫാമിലി ഇത്രയും മതപ്പതിച്ചു പോയ ഫാമിലിയാണെന്ന് അറിയത്തില്ലായിരുന്നു. ഇത്രയും തരം താഴ്ന്നു പോകുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ആ ഒരു പാവത്തിന് എന്തോന്നില്ല, എന്ത് നേടി എന്നിട്ട് കുറേ പൈസ നേടിയാ? അടിപൊളി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയ വീഡിയോ ഇടണം.